ഹായ് സ്റ്റുഡൻസ്, SLC IT എക്സാം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. SLC IT എക്സാം ചെയ്യാനായിട്ട് നിങ്ങൾ IT ലാബിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഹോൾ ടിക്കറ്റും വർക്ക് ബുക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വിൻഡോ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവും. അതിൽ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളിടത്ത് മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്നുള്ളിടത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ മീഡിയം മലയാളമാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ളത് നിങ്ങളിവിടെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നൽകുക. അതിനുശേഷം താഴെ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ ഒരു രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടീച്ചറിനെയും കാണിക്കുക. ആ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ബോക്സിൽ നിങ്ങളുടെ ഈ ഒരു നമ്പർ കറക്റ്റ് ആണോ എന്ന് മെസ്സേജ് വരുന്നുണ്ട്. യെസ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ തിയറി ക്വസ്റ്റ്യൻസിൻ്റെ നിർദ്ദേശങ്ങളാണ് അടുത്തത് വരിക. അതിപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നല്ല പരിചയം ഉണ്ടാവും. തിയറി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 10 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ 5 വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓരോന്നും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ അകത്തെ കറക്റ്റ് ആൻസർ താഴെ ABCD എന്ന് തന്നിട്ടുണ്ടാകും. അതിനൊരു ചെക്ക് ബോക്സ് ഉണ്ടാകും. ആ ചെക്ക് ബോക്സിൽ കൃത്യമായിട്ട് അതിൻ്റെ ആൻസറിന് നേരെ നിങ്ങൾ ടിക്ക് കൊടുക്കുക. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾ വെരി ഷോർട്ട് ആൻസർ എടുക്കുക. വെരി ഷോർട്ട് ആൻസറിൽ ABCDE എന്ന് ആൻസർ ഉണ്ട്. ഒരു ക്വസ്റ്റ്യന് 2 ആൻസർ ഉണ്ടാകും. അപ്പോൾ 2 ചെക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്തെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് ചെയ്തു പോകാൻ പറ്റുള്ളൂ, അത് കംപ്ലീറ്റ് ആക്കി ചെയ്തു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എല്ലാം കഴിഞ്ഞതിന് ശേഷം മുകളിലായിട്ട് ഫിനിഷ് എക്സാം ഉണ്ടാകും. ആ ഫിനിഷ് എക്സാം ചെയ്തിട്ട് നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിലേക്കാണ് കടക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കൽ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ഇതാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പ്രാക്ടിക്കൽ എക്സാമിൽ 4 ഗ്രൂപ്പാണുള്ളത്. ആ 4 ഗ്രൂപ്പിലും ഓരോ ഗ്രൂപ്പിലും ഏതൊക്കെ ചാപ്റ്റേഴ്സുള്ള ക്വസ്റ്റ്യൻസാണ് വരിക നോക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പ് നമുക്ക് ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും ചെയ്യാം. ഗ്രൂപ്പ് 3 ആദ്യം ചെയ്യണമെങ്കിൽ ചെയ്യാം. ഏറ്റവും എളുപ്പം തോന്നുന്നത് ആദ്യം ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാ ഗ്രൂപ്പിലെയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അപ്പം ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഫാക്ടറി ഇങ്ക്സ്കേപ്പ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യനായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ലെറ്റ്സ് ഗീവ് ലൈഫ് ടു പിക്ചേഴ്സ്, ഓപ്പൺ ടൂൺസ്, ആനിമേഷൻ സോഫ്റ്റ്വെയർ വെച്ചിട്ടുള്ള ആ ഒരു ചാപ്റ്ററിലെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആനിമേഷൻ ചെയ്യാനായിരിക്കും ഉണ്ടാവുക. അതാണ് അവിടെ ഉണ്ടാവുന്ന 2 ക്വസ്റ്റ്യൻസ്. അതിലേതാണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലുള്ള സ്റ്റാർട്ട് എക്സാം ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് സേവ് ചെയ്യാൻ എങ്ങനെയാണോ പറഞ്ഞത്, ഇങ്ക്സ്കേപ്പിലാണെങ്കിൽ PNG ഫോർമാറ്റിലായിരിക്കും, ആനിമേഷൻ ഓപ്പൺ ടൂൺസ് ആണെങ്കിൽ MP4 ഫോർമാറ്റിലായിരിക്കും. ആ ഫോർമാറ്റിൽ സേവ് ചെയ്ത് നിങ്ങളുടെ പുറകിലുള്ള ടീച്ചറിനെ കാണിച്ചതിന് ശേഷം മിനിമൈസ് ചെയ്ത് വെക്കുക. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ക്രൈബസ് ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ക്വിജിസും ജിയോജിബ്ര ഭാഗത്തു നിന്നുമാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ സ്ക്രൈബസ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ PDF മോഡലാണ് സേവ് ചെയ്യേണ്ടത്. ക്വിജിസ് ആണെങ്കിൽ സ്ക്രീൻഷോട്ടാണ്. അതേപോലെ തന്നെ ജിയോജിബ്ര ഭാഗത്തു നിന്നാണെങ്കിൽ GGB ഫയലായിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അതിലും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നു. അതിൽ നിങ്ങൾ സ്റ്റാർട്ട് എക്സാം കൊടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് താഴെയായിട്ട് അവിടെ കറൻറ്റ് ക്വസ്റ്റ്യൻ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ അത് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടുന്ന് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ലാംഗ്വേജ് പൈത്തൺ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ മേക്ക് ദ വെബ് ലുക്ക് സ്റ്റൈലിഷ് CSS ഭാഗത്തു നിന്ന് ടു ദ ഇൻഫർമേഷൻ സ്റ്റോർ ഹൗസ് ഡാറ്റാബേസ്. ഈ 3 ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ് വരിക. അതിലേതെങ്കിലും 2 ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ 2 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് എളുപ്പമുള്ളത് നിങ്ങൾ സ്റ്റാർട്ട് എക്സാം കൊടുത്തിട്ട് അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള ടീച്ചേഴ്സിനെ കാണിക്കണം. അതേപോലെ തന്നെ അത് സേവ് ചെയ്ത് മിനിമൈസ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ വേൾഡ് ഓഫ് റോബോട്ട്സ് എന്നുള്ളതാണ്. 2 ഓപ്ഷനും റോബോട്ടിക്സ് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോബോട്ടിക്സ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ഈ സർക്യൂട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്രിപ്പറേഷൻ ടൈം ഉണ്ട്. ആ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് എക്സാം അടിച്ചാൽ ആ ക്വസ്റ്റ്യനിലെ ഈ ഒരു സർക്യൂട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക.
ആ സെറ്റ് ചെയ്യുന്ന ആ ടൈം വരെ സ്കിപ്പ് ബട്ടൺ പ്രസ് ചെയ്യുവോളം നിങ്ങൾക്ക് ഡെസ്ക് ടോപ്പിൽ ഒരു സംഭവം ക്ലിക്ക് ചെയ്യാനോ ഡെസ്ക് ടോപ്പ് ആക്റ്റീവ് ആവില്ല. കാരണം നമുക്കൊന്നും ക്ലിക്ക് ചെയ്യാനോ ആപ്ലിക്കേഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സർക്യൂട്ട് പ്രകാരം നിങ്ങൾ റോബോട്ടിക് കിറ്റ് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ USB കേബിൾ ഉപയോഗിച്ചിട്ട് ലാപ്പിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്കിപ്പ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം മാത്രമേ നിങ്ങളുടെ ഡെസ്ക് ടോപ്പ് ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, ഇനി ലാസ്റ്റ് വേൾഡ് ഓഫ് റോബോട്ടിക്സ് ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അത് രണ്ടും അതിൽ നിന്നുള്ള ഓപ്ഷനാണെന്ന് പറഞ്ഞു. ഇനി ലാസ്റ്റ് നിങ്ങളുടെ പ്രാക്ടിക്കൽ വർക്ക് ബുക്ക്, അതിനും നിങ്ങൾക്ക് 2 മാർക്കുണ്ട്. അങ്ങനെ പ്രാക്ടിക്കലിന് ടോട്ടലായിട്ട് 30 മാർക്സാണ്. നിങ്ങളുടെ തിയറിക്കാണെങ്കിൽ 10 മാർക്സുമാണ് ഉണ്ടാവുക. ഇത്രയാണ് നിങ്ങളുടെ SLC IT എക്സാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾക്ക് ചില സമയത്ത് ഇങ്ക്സ്കേപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പം കൃത്യമായിട്ട് ഓപ്പണായി വരണമെന്നില്ല. നിങ്ങൾ സർക്കിളൊക്കെ വരയ്ക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഫയൽസ് അല്ലെങ്കിൽ ഹോം ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ റീസെറ്റ് സെറ്റിങ്സ് എന്ന് കാണാം. ആ റീസെറ്റ് സെറ്റിങ്സ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇങ്ക്സ്കേപ്പ് റീസെറ്റ് എന്ന് കാണാം. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ക്സ്കേപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ക്സ്കേപ്പ് ഹാസ് ബീൻ റീസെറ്റ് എന്നുള്ളത് കാണാം. ഓക്കെ എന്ന് അടിച്ചാൽ അത് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ക്സ്കേപ്പ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഡോക്യുമെൻറ്റ്സിലെ ഫയൽസ് കാണുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. എക്സാം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഫയൽസ് മിസ്സിങ് ആയാൽ ആ ഫയൽസ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഒരു ഐക്കൺ ഉണ്ട്. ഇങ്ങനെയാണ് ഐക്കൺ ഉണ്ടാവുക, റീലോഡ് IT എക്സാം ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇമേജസ് എന്നുള്ളത്. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ IT എക്സാം ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇമേജസ് റീലോഡഡ് എന്ന് കാണിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഫയൽസ് റീസെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും HTML ഫയൽസൊക്കെ ഡിലീറ്റ് ആയിപ്പോയി അല്ലെങ്കിൽ കാണുന്നില്ലെങ്കിൽ നമുക്കിവിടുന്ന് റീലോഡ് IT എക്സാം ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് കൊടുത്താൽ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ റീസെറ്റ് ആവുന്നതാണ്. അങ്ങനെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ അടുത്തൊരു കാര്യം, നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരമായിരിക്കും. കാരണം നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഡോക്ക് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ചെയ്യുമ്പം എളുപ്പം കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്കിൽ ഡെസ്ക് ടോപ്പിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നു. ഡെസ്ക് ടോപ്പ് ഐക്കൺ സെറ്റിങ്സ് എടുക്കുക. ഇതിൽ നിങ്ങൾ ഓട്ടോ ഹൈഡ്, ഇവിടെ ഡോക്ക് എന്നുള്ളതിൽ ഓട്ടോ ഹൈഡ് ദ ഡോക്ക് എന്നാണുള്ളത്, അതൊന്ന് ഓഫ് ചെയ്തിടുക. അത് ഓഫ് ചെയ്തിടുമ്പോൾ ഇത് എപ്പോഴും അവിടെ തന്നെയായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഫയൽസൊക്കെ എടുക്കുമ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഫയൽസൊക്കെ എടുക്കാൻ കുറച്ചൊരു എളുപ്പമായിട്ട് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇതവിടെ ഹൈഡായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് ഇതവിടെ സെറ്റാക്കി ചെയ്ത് വെക്കാൻ പറ്റും. ഇത്രയാണ് നിങ്ങളുടെ IT പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.